പ്രിയ പ്രേക്ഷകർക്ക് രുചിയുടെ പുതിയ വെള്ളിയാഴ്ചയിലേക്ക് സ്നേഹസ്വാഗതം. അടിപൊളി രുചികരമായ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ റോസ്റ്റാണ് ഞാൻ ഇത്തവണ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ക്രിസ്മസിന് എന്ത് സ്പെഷ്യൽ നമുക്കുണ്ടാക്കാം, ഈ ലഞ്ചിന് നമ്മുടെ അതിഥികൾക്ക്, നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് എന്ത് നന്നായിട്ടൊരു വിഭവം ഉണ്ടായി കൊടുക്കാം എന്നാലോചിച്ച് തലമുണ്ടാക്കേണ്ട അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് ഇതാ വരുന്നു. അപ്പോൾ നാട്യങ്ങൾ ഏതുമില്ലാതെ നേരെ നാട്ടുരുചിയിലേക്ക്. 1/2 കിലോ ചിക്കൻ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ചിക്കനോട് നന്നായിട്ട് യോജിപ്പിച്ച് 1 മണിക്കൂർ ഏകദേശം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതിൻ്റെ കൂടെ അല്പം വിനെഗർ 5 ml ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് 1 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ട്. ഫ്രൈ പാൻ അടുപ്പിൽ വെക്കുന്നു. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ചൂടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉടനെ 1 ടീസ്പൂൺ കടുക് ഇട്ട് താളിക്കുന്നു. കടുകിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇത് ഫ്രൈ ആകുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. വളരെ രുചികരമാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ കടുകും കറിവേപ്പിലയും നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നു. ഒരു 4 പച്ചമുളക് നമ്മൾ കീറിയിട്ട് അതോട് ഫ്രൈ ചെയ്യുന്നു. ഒന്ന് വാട്ടിയതിനു ശേഷം നമ്മളൊരു കപ്പ് ഉള്ളി, നല്ല അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുന്നു. അതാ നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് ആ ഉള്ളിയും മറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ എത്തുകയാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുത്ത് ചെറുതീയിൽ വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറാൻ വേണ്ടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നു. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാമായിട്ടിട്ട് മസാലപ്പൊടികൾ ഉള്ളിയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നു. ഈ സമയത്ത് 1/2 കപ്പ് തക്കാളിക്ക ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഈ ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി മസാലപ്പരുവായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് ചെറിയ തീയിൽ ചിക്കൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ജലാംശത്തിൽ തന്നെയാണിത് വേകുന്നത്. അടച്ചു വെച്ച് അല്പസമയം വേവിക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മളിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ, മസാലയൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ചവർപ്പും കയ്പും ഒക്കെ ആയിരിക്കും. എപ്പോഴും നമ്മുടെ ചിക്കനൊക്കെ മസാലകൾ കറക്റ്റായിട്ട് കുക്കാവുന്നതാണ് മെയിൻ കാര്യം. ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഉപ്പ് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. എന്തിനിപ്പോൾ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ റോസ്റ്റിനൊക്കെയും പ്രത്യേക ടേസ്റ്റ് പ്രദാനം ചെയ്യുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ വരട്ടുകയാണ്. വെള്ളം ചേർക്കുന്നില്ല. വീണ്ടും അടച്ചു വെച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് കൂടി ഇത് ചെറുതീയിൽ വേവിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കി കഴിയും. കേട്ടോ, അങ്ങനെ ചിക്കനകത്ത് നോക്കിയും ജലാംശം ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ള ഗ്രേവി അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമുക്കിതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഗ്രേവിയും ആവശ്യമില്ല. ഈ ഗ്രേവിയെല്ലാം നല്ല ഭംഗിയായിട്ട് പുരണ്ടിരിക്കുന്നതാണ് ഈ ചിക്കൻ റോസ്റ്റിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം, ഏറ്റവും വലിയ രുചി രഹസ്യം എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമുറുന്ന അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റാണ് ഇതാ ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിഭവം വീടുകളിൽ തയ്യാറാക്കണമെന്ന അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം. ഇനിയും 1-2 ദിവസങ്ങളിലുള്ളത്, നാളെയും മറ്റന്നാളും ഒക്കെ ക്രിസ്മസിൻ്റെ തിരക്കിലാണ്. ലോകമെങ്ങും ആ ഒരു തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞാനും നിങ്ങളോടൊപ്പം ചേരുകയാണ്. നിങ്ങൾക്ക് നല്ല ഒരു രുചികരമായ ഒരു ക്രിസ്മസ് ലഞ്ച് ആണ് ഇവിടെ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. നന്നായിട്ട് ചിക്കൻ ആ മസാല കൂട്ടുപാട്ടൊക്കെ വരണ്ട് വരുമ്പോൾ നമുക്ക് കാണാം ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ചിക്കനകത്ത് വെള്ളത്തിൻ്റെ ജലാംശങ്ങളൊന്നുമില്ല. ഏകദേശം ഇത് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. നല്ല രുചികരമായ ചിക്കൻ റോസ്റ്റാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ആവശ്യമുള്ള ഗാർണിഷുകളോ മറ്റോ ആവശ്യമുള്ളത്, ഇപ്പം സവാളയോ അല്ലെങ്കിൽ കൊത്തിയരിഞ്ഞ മല്ലിയൊക്കെ ചേർത്ത് വിളമ്പാവുന്നതാണ്. ചപ്പാത്തിയുടെ ഇതൊക്കെ നല്ലതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെയും ഫുഡ് ട്യൂബിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. ഫുഡ് ട്യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സുജു ഫിലിപ്പ് സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.